യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സോളി. ഞാൻ ഇടുക്കി രൂപതയിൽ ഭൂമിയാങ്കുളം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ആ ഉടമ്പടി ഉഴപ്പിക്കളഞ്ഞതിന് ഈശോയോടും മാതാവിനോടും ഞാൻ ആദ്യമായി മാപ്പ് ചോദിക്കുന്നു. ഞാൻ രണ്ടാമത് ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 6 അന്ന് മുതൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കഴുത്തിൽ ധരിക്കുമായിരുന്നു. ഒരു ദിവസം ഞാൻ തൊഴിലുറപ്പിന് പോകുമ്പോൾ അന്ന് ഞാനിട്ടിരുന്ന പടുത ഒരു കുറ്റിയിൽ തട്ടുകയും ഒരു കയ്യാലയിൽ നിന്ന് താഴെ വീടാൻ തുടങ്ങുകയും ചെയ്തു. കമിഴ്ന്നു പോയ സമയത്ത് എന്നെ പുറകിൽ നിന്നൊരു ചേച്ചി പിടിച്ച് നേരെ നിർത്തി. ഒരു തരി മണ്ണ് പോലും എൻ്റെ ദേഹത്ത് പറ്റാൻ അമ്മ മാതാവ് അനുവദിച്ചില്ല. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ രണ്ടാമത് ഞങ്ങളുടെ വീട് ജപ്തിയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ലായിരുന്നു അടയ്ക്കാൻ. അപ്പോൾ അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേട്ടിരുന്നു, ജപ്തി വഴിമുട്ടിയ അവസരങ്ങളിൽ നമുക്ക് വന്ന അച്ഛനെ കാണാനും അച്ഛൻ മാതാവിൽ നിന്ന് നമുക്ക് മെസ്സേജ് എടുത്ത് തരുമെന്നും അച്ഛൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഞാൻ അന്ന് തന്നെ ആ പേപ്പറുമായിട്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ ആ പേപ്പർ വെച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശുരൂപം തന്ന് അത് പറമ്പിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞു. ഞാനത് കുഴിച്ചിട്ടതിൽ വിശ്വാസപ്രമാണം ചൊല്ലി അത് കുഴിച്ചിട്ടതിൽ പിന്നെ ഇന്ന് വരെയും ആ ജപ്തിയിൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനും ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. അതുപോലെ 52 വയസ്സിൽ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് നിത്യജീവിതത്തിൻ്റെ താക്കോലായ ഈ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ജീവിച്ചു പോകാൻ ഒരു ജീവിതമാർഗം തരണം. എനിക്ക് 52 വയസ്സുണ്ട്. അപ്പോൾ 52 വയസ്സിന് മേളിലുള്ളവർക്കും അമ്മ ഒരു ജോലി കൊടുക്കുന്നതിൻ്റെയൊക്കെ സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു. അത് വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് അമ്മ മാതാവ് ഞാൻ ചോദിച്ചതിലും ഇരട്ടി ശമ്പളത്തോടെ എനിക്കൊരു ജോലിയും തന്ന് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് എൻ്റെ ഭർത്തൃ മാതാപിതാക്കന്മാരോട് പിണക്കവും വെറുപ്പും ഉണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിക്കുവാനും ആരും നോക്കാനില്ലാത്ത ഈ അവസ്ഥയിൽ അവരെ ഈശോയെ പ്രതി ശുശ്രൂഷിക്കുക എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെ എനിക്കും ഭർത്താവിനും അങ്ങനെ ഒരു നല്ല തീരുമാനമെടുക്കുവാനും അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ആഴ്ച ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു. ഞങ്ങൾക്ക് ധാരാളം കടബാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഏലം കൃഷിയായിരുന്നു. അപ്പം ഒരു ചേച്ചി ഏലക്കായ എടുക്കുന്ന ആ പാത്രത്തിൽ കുരിശ് പരിശുദ്ധ അമ്മയുടെ അഭിഷേക തൈലം കൊണ്ട് കുരിശ് വരച്ച് പാത്രം കൊടുത്തു വിടും. അങ്ങനെ അവരുടെ കടം വീട്ടാനുള്ള വക മാതാവ് കൊടുത്തു എന്ന് ഞാനൊരു സാക്ഷ്യം കേട്ടിരുന്നു. അത് വെച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, അമ്മ ഒന്ന് കൈ വീശിയാൽ മതി, ഞങ്ങളുടെ കടങ്ങൾ വീടും. അമ്മ ഇതിൽ കനിയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ 4 ബക്കറ്റുകളിലും ഞാൻ പരിശുദ്ധ അമ്മ ഈശോയുടെ അഭിഷേക തൈലം കൊണ്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശിട്ട് വിട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേറെ വിളവും അതിന് ധാരാളം നല്ല വിലയും തന്ന ഞങ്ങളെ അമ്മ മാതാവ് കുറേ കടങ്ങൾ വീടുവാൻ അനുഗ്രഹിച്ചു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കടകളിൽ, പിന്നെ വീടുകളിൽ, ടൗണിൽ, ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു. പത്രം കൊണ്ട് ചെല്ലുമ്പോൾ ചിലർ ചോദിക്കും, ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ, ചേച്ചി എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? അന്നേരം ഞാൻ പറയും, ചേട്ടാ, എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ 2025 വർഷം മുമ്പ് എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്നും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ അയച്ചിരിക്കുന്നതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഇത് മുഴുവൻ. ചേട്ടൻ ഇതൊന്ന് വായിക്കണം. ചിലർ പറയും, ഞാൻ വായിച്ചോളാം, ഞങ്ങൾക്കറിയാം, ഞങ്ങളിത് വായിക്കാം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേടിക്കുന്നവരുണ്ട്. പിന്നെ രോഗികൾക്ക് ഞാനിത് കൊണ്ട് കൊടുക്കുമായിരുന്നു. ആരെങ്കിലും തിരസ്കരിക്കുമ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നും. കാരണം അച്ഛൻ പറഞ്ഞ ക്ലാസ്സിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും നമ്മളെ അധിക്ഷേപിക്കുവാണെങ്കിൽ നമുക്ക് ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റാണ് കിട്ടുന്നതെന്ന്. അതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓർഫനേജിൽ പോയി അമ്മമാരെ ശുശ്രൂഷിക്കുമായിരുന്നു. അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അവരോട് വളരെ സന്തോഷത്തോടെ പെരുമാറുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ ഇത്രേ ചിന്തിച്ചിട്ടുള്ളൂ, അവർക്ക് പ്രതിഫലം തരാനൊന്നുമില്ല, അവർക്കുള്ള പ്രതിഫലം ഈശോയാണ്. അപ്പോൾ ഈശോ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടോളും. ഞാൻ ഈശോയുടെ കാര്യം ഈശോയോട് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ചെയ്താൽ മതി, അതേ എനിക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ പള്ളിയിൽ പോകാൻ ശ്രദ്ധിച്ചിരുന്നു. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. ധ്യാനം കൂടാൻ ചൊവ്വാഴ്ച തന്നെ ആ ധ്യാനം കൂടാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിച്ചിട്ടാണ് ദിവസവും പള്ളിയിൽ പോകാൻ ആരംഭിക്കുന്നത്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ 45:22 ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല.
സോളി ഷാജി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി പങ്കുവയ്ക്കുന്നുണ്ട്, ഉടമ്പടി എടുത്തത് മുതൽ പുതിയൊരു ജീവിതം നയിക്കുവാൻ മകളെ സഹായിച്ചുവെന്ന്. അന്ന് വരെ ജീവിച്ചിരുന്ന ഒരു ആത്മീയ ജീവിതമല്ല, ഒരു മാനുഷിക ജീവിതമല്ല, അല്പം കൂടി ക്വാളിറ്റിയുള്ള സഹജീവി സ്നേഹമുള്ള ദൈവത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഉടമ്പടിയിലൂടെ മകളെ അനുഗ്രഹിച്ചതിനെയാണ് മകൾ നന്ദി പറയുന്നത്. പ്രിയമുള്ളവരെ, ഓരോ തവണയും ഓരോ സാക്ഷ്യം പറയുമ്പോഴും സഹോദരി പറയുന്നുണ്ട്, ഈ അൾത്താരയിൽ പങ്കുവയ്ക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിന് വഴികളായിത്തീർന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു മേഖലയാണ്. ഓരോ സാക്ഷ്യവും നമുക്ക് ജീവിതത്തിന് വഴിയായിത്തീരുകയാണ്. സഹോദരി പറയുന്നുണ്ട്, അപകടത്തിൻ്റെ സമയത്ത്, ജപ്തിയുടെ സമയത്ത്, ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ, ഏലകൃഷിയുടെ വരൾച്ചയുടെ സമയത്ത് ഒക്കെയും ഓരോരോ സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് എനിക്ക് അമ്മ മാതാവ് നൽകിക്കൊണ്ടിരുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇതിന്ന് എനിക്കും ഇത് അനുഭവമാകും. ഇന്നലെ മറ്റൊരു വ്യക്തിക്ക് ഇത് അനുഭവമായെങ്കിൽ അതേ കർത്താവ്, അതേ അമ്മ മാതാവ് ഇന്ന് എനിക്ക് ഇത് അനുഭവമാക്കി തരുമെന്ന പ്രത്യാശയോടുകൂടി പൂർണ്ണമായി ശരണപ്പെട്ട് വിശ്വസിക്കുന്നു, സാക്ഷ്യപ്രകാരം ചെയ്യുന്നു. അത് ജീവിതത്തിന് അനുഗ്രഹമായി ഫലിക്കുന്നുവെന്ന്. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ധ്യാനങ്ങൾ കൂടുമ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെ ഓരോ ആഴ്ചയിലും ദൈവികമായ സന്ദേശങ്ങൾ, അമ്മ മാതാവ് സംസാരിക്കുന്ന വിഷയങ്ങൾ അച്ഛൻ നമ്മളോട് കൈമാറുകയാണ്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഏതു തരത്തിൽ നമ്മൾ ശുദ്ധീകരിക്കണമെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് ഉടമപ്പെട്ട ജീവിതത്തിന് ചേരുന്ന ജീവിതത്തിനായി നിങ്ങൾ എങ്ങനെ പരിശ്രമിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ മക്കൾ ആവർത്തിച്ച് ഈ അൾത്താരയിൽ പറയുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തെ 2ാമത്തെ ആഴ്ചയിലെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്നുണ്ട്, 44 ദിവസങ്ങൾക്കുള്ളിൽ അനേക മക്കൾ അമ്മ മാതാവിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇവിടെ എത്തുമെന്ന്. ആ ദിവസം നിങ്ങൾ സമർപ്പിക്കുന്ന പ്രത്യേകമായ വലിയ വിഷയങ്ങൾ, ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ അമ്മ മാതാവ് സന്ദേശം നൽകുന്നു. വലിയൊരു മാലാഖ കരം പിരിച്ചു നിൽക്കുന്നു. അമ്മ പറയുന്നു, 44 ദിവസങ്ങൾക്കുള്ളിൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുമെന്ന്. എത്ര മക്കളാണ് അൾത്താരയിൽ വന്ന് ഓരോ നിമിഷവും പറയുക, അന്ന് ആ വചനം കേട്ടു, അച്ഛൻ്റെ ധ്യാനം കൂടി, അച്ഛൻ 44 ദിവസമെന്ന് പറഞ്ഞു, അന്ന് മുതൽ ഞങ്ങൾ 44 ദിവസം എണ്ണി, ആ എണ്ണിയിട്ട് 44-ാം ദിവസം കുറിച്ചിട്ടു, എന്നിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി, വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി, വിസ ലഭിക്കുന്നതിന് വേണ്ടി, മറ്റ് തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, ജപ്തി ഒഴിവാകുന്നതിന് വേണ്ടി ഓരോ വിഷയങ്ങൾ ഓരോരുത്തരും എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നു. അത് 44 ദിവസങ്ങൾക്കുള്ളിൽ അത് അനുഭവമായി വന്നുകൊണ്ട് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മ മാതാവിൻ്റെ സന്ദേശം എൻ്റെ വ്യക്തി ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹമായെന്ന്. മറ്റൊരു സഹോദരി ഈ ദിവസം പറഞ്ഞത് കേട്ടു, ഞാൻ ഉടമ്പടി എടുത്ത് നന്നായി അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. വിദേശത്ത് പോകുവാൻ പരിശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പോഴുണ്ട് ഇവിടെ ഉടമ്പടി എടുത്ത മക്കൾ പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഞാനങ്ങനെ ഇവിടെ വരുമ്പോൾ പരിചയപ്പെട്ട 2 പേരെ കണ്ടു. അവർ വിദേശത്ത് പോകുവാനായി പരിശ്രമിക്കുന്നു. സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഞാൻ 2 പേർക്കും ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ കടമായിട്ട് കൊടുത്തു. തിരികെ തരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. 50,000 രൂപ വീതം 2 പേർക്ക് ഞാൻ കൊടുത്തിട്ട് ഞാൻ വിദേശത്ത് പോകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും നടന്നില്ല. സഹോദരി ഇന്നലെ സാക്ഷ്യകൂടാരത്തിൽ വന്ന് പറഞ്ഞു പോയി, ഞാൻ പൈസ കൊടുത്ത 2 പേരും വിദേശത്തെത്തി. എനിക്ക് അടുത്ത ആഴ്ച മാൾട്ടയിലെ വിസ അതിലൊരാൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ഏജൻസിയിലും പോയില്ല. എങ്ങും ഞാൻ അലഞ്ഞുതിരിഞ്ഞ് നടന്നില്ല. ഞാൻ അമ്മയെ കണ്ടുകൊണ്ട്, അമ്മയിലുള്ള ശരണപ്പെടൽ കൊണ്ട് മാത്രം ഞാൻ കൈമാറിയത് അമ്മ മാതാവ് എത്ര സുന്ദരമായി, എത്ര സമയ ചുരുക്കത്തിൽ 2-3 വർഷമായി നടക്കാതിരുന്നത് 2-3 മാസം കൊണ്ട് എൻ്റെ കരങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് അനുഗ്രഹമാകുവാൻ വേണ്ടി വെച്ചു തരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, അതാണ് കാരുണ്യ പ്രവൃത്തിയുടെയൊക്കെ ബലമെന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തോടുകൂടി കൈമാറുന്നത്, അറിഞ്ഞുകൊണ്ട് അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നത് നമുക്കതൊരിക്കലും നഷ്ടമല്ല, പരാജയമല്ല. ജീവിതത്തെ മേൽഗതിയിലേക്ക് നയിക്കുവാൻ, സുരക്ഷിതമാക്കുവാൻ, അപകടകരമായതൊക്കെയും നന്നായി മാറ്റിത്തന്നുകൊണ്ട് ജീവിതത്തെ സമാധാനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നയിക്കുവാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടി അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. ഉടമ്പടിക്ക് കൊടുക്കുന്ന ഓരോ വിലയും, ഓരോ ആദരവും അത് നമ്മുടെ തന്നെ ജീവിതത്തിന് അനുഗ്രഹവും സംരക്ഷണവുമാകുവാൻ നാം നൽകുന്ന ത്യാഗമാണ്.
അതുകൊണ്ട് സന്തോഷത്തോടെ ഉടമ്പടി ജീവിക്കാം. അച്ഛൻ്റെ ധ്യാനങ്ങളിലൂടെ സന്ദേശങ്ങളെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാം. സാക്ഷ്യങ്ങളിലൂടെ നമ്മുടെ സമാന വിഷയങ്ങളെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അവനും അവൾക്കും അമ്മ മാതാവ് അനുഗ്രഹം നൽകാമെങ്കിൽ എനിക്കും തന്നേ തീരുവെന്ന വാശിയോടുകൂടി പ്രാർത്ഥിച്ചു തുടങ്ങാം. ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ ഉടമ്പടി ജീവിതാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.